ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ബ്രേക്കിംഗ് ന്യൂസ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് മിക്കായൽ സ്റ്റാറെ ക്ലബ്ബ് വിട്ടിരിക്കുകയാണ്. ഒപ്പം അസിസ്റ്റൻറ്റ് കോച്ചായ ബിജോൺ വെസ്ട്രോം ആൻഡ് ഫെഡറിക്കോ പെരേര മൊറിയേസ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സെറ്റ് പീസ് കോച്ച് എന്നൊക്കെ പറഞ്ഞ് ഇതിലെത്തിയ ആ കോച്ചും അങ്ങനെ 3 പേരെയും ക്ലബ്ബ് പുറത്താക്കിയിട്ടുണ്ട്. ക്ലബ്ബുമായി വേർപിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തോന്നിയിരുന്നു ഇത് തന്നെ ഉണ്ടാകാൻ പോകുന്നത്. നമുക്ക് നല്ല റിസൾട്ട് ഇല്ല. ഇപ്പോൾ ലാസ്റ്റ് മത്സരങ്ങളൊക്കെ ഫുൾ പരാജയമാണ്. ഒരു 5-6 മത്സരമായിട്ട് ഫുൾ പരാജയങ്ങൾ, ഒരു വിജയം മാത്രമാണ് അതിൽ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മോശം ഫോമിലൂടെയാണ് പോയത്. അപ്പോൾ ഈ കോച്ചിനെ പുറത്താക്കിയതോടുകൂടി ഇനി ആര് പുതിയ കോച്ചായി വരും എന്നുള്ളത് തന്നെയാണ് നോക്കി കാണേണ്ടത്. ഇപ്പോൾ നിലവിൽ ഇനി നമ്മുടെ ടീമിനെ ഏറ്റെടുത്ത് മാനേജ് ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം ഹെഡ് കോച്ചായ നമ്മുടെ തോമസ് ഷോസും, അതുപോലെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് നമ്മുടെ TG പുരുഷോത്തമനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ടീമിനെ മാനേജ് ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ കോച്ച് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആരാവും എന്നുള്ളത് ഇനി ഇവാൻ ബുക്കോമാനോവിച്ച് തിരിച്ചു വരുമോ, അതോ ഇനി പുതിയ ഏതെങ്കിലും കോച്ചുമാരാവോ വരിക എന്നുള്ളതൊക്കെ കണ്ടറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോച്ചിനെ മാറ്റി ഇനി ഇവാൻ ബുക്കോമാനോവിച്ച് വന്നാലും വലിയൊരു അത്ഭുതം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. നല്ല സൈനിങ്സ് വരാതെ ഒരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നു. ഈ ആ കോച്ചിനെ പുറത്താക്കിയിട്ട് കോച്ചിൻ്റെ ഭാഗത്തുനിന്ന് നല്ല പല കളിയിലും നമുക്ക് വിജയിക്കാൻ പറ്റുന്ന പല ഇൻഡിവിജ്വൽ മിസ്റ്റേക്കിലൂടെയൊക്കെയാണ് എല്ലാവർക്കും വരും തോറ്റവും കാര്യങ്ങളും. നല്ലൊരു പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ മിക്കായ സ്റ്റാരേക്ക് നല്ലൊരു റിസൾട്ട് ഇവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുതിയ കോച്ച് വന്ന് വെച്ചിട്ട് വലിയ അത്ഭുതം ഉണ്ടാവും തോന്നുന്നില്ല. ജനുവരിയിൽ നല്ല സൈനിങ്സ് വരികയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പുതിയ കോച്ചുമാർ വരികയാണെങ്കിൽ കോച്ചിനനുസരിച്ച് കോച്ച് എന്ത് പ്ലേയേഴ്സിനെയാണ്, എങ്ങനെയുള്ള പ്ലേയേഴ്സിനെയാണ് അവർ ആവശ്യപ്പെടുന്നത്, അങ്ങനത്തെ പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് കൊടുക്കാതെ ഒരു അത്ഭുതം ഒരു കോച്ചിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ കോച്ചുമായി പുതിയ പരിശീലനം ആരാണെന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ നമ്മുടെ തോമസ് ആയാലും നല്ലൊരു കോച്ച് തന്നെയാണ്, നമ്മൾ അസിസ്റ്റൻറ്റ് കോച്ച്, നമ്മുടെ റിസർവ് ടീമിലെ കോച്ച്. അപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ പുള്ളി നിൽക്കുന്നതും കുഴപ്പം ഉണ്ടാവില്ല.